ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാ. ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ആളാ. 1.5 വർഷം 2 വർഷം റേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു സ്ത്രീയെ. ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ്. ഇപ്പൊ എങ്ങനെ ഇവിടെ ഇത്ര ചാനൽ ഇവിടെ ഉണ്ട്, മനസ്സ് നൊന്തുപോയി. 1 month கிட்ட டெய்லி வீடியோஸ் டெய்லி அதை எடுத்துட்டு யூடியூபர்ஸ் எல்லாம் தேவையில்லாதது சிங்கமா எடி வாடி என்னது மரியாதை இல்லாம ஒருத்தரும் ஃபேக் அக்கௌண்ட்ல இருந்து நிறைய பேர் இப்ப எல்லாம் ஸ்டார்ட் பண்ணி ഹാർബർ ഡിപ്രഷൻ പേഷ്യന്റ്. എന്തുകൊണ്ട് 2 ആഴ്ചയില അന്ന് ഫസ്റ്റ് മാരേജ് പോയത്? അവൻ ഡോക്ടർ, അവനക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. കഷ്ടംപാ. ഇതെല്ലാം കടന്നു വന്ന് മരണത്തെ பார்த்து ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ആയ ശേഷം கல்யாண ஜீவிதத்தில் இப்போ தான் நான் நிம்மதியாக சந்தோஷமாக ஒரு குடும்ப லைஃபு, ஒரு செலிப்ரிட்டியை ஒரு பேர் எடுத்துகிட்டு ரொம்ப ഡിസ്റ്റർബിങ്ങാണല്ലോ. എൻ്റെ വൈഫെ வந்து കോക്കിലാവെ എടിവാടിന്നൊക്കെ വിളിക്കുന്നു. ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ, ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സ്ആപ്പിലൂടെ. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അറിയുന്ന കാര്യമാണ്. അതായത് എന്നെയും എൻ കുടുംബത്തെയും ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ என்னென்னா ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ലെവലിലായിപ്പോയി. ഇതൊരു തൊഴിലാണ്, ഇതൊരു ജോബാണ്. ഒരു സെലിബ്രിറ്റിയെ ഒരു പേരെടുത്തിട്ട് ரொம்ப ഡിസ്റ്റർബിങ്ങാണല്ലോ. എൻ്റെ വൈഫെ வந்து കോക്കിലാവെ എടിവാടിന്നൊക്കെ വിളിക്കുന്നു. ഇത് എവിടുത്തെ സംസ്കാരം ഇത്? நான் ஃபாதர், இவர் டாக்டர்ன்றா. நாங்கள் ஹஸ்பண்ட் ஒய்ஃபு. எங்கே சகிக்கும்? இதுக்கு ஒரு ஃபுல் ஸ்டாப் வேண்டு. இது வந்து ஒரு சீரீஸ் மாதிரி போகுதுப்பா, வெப் சீரீஸ் இல்லை, എപ്പിസോഡാ. நான் யாரை குறித்து പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എങ്ങനെ ഇവിടെ ഇത്ര ചാനൽ ഇവിടെ ഉണ്ട്, മനസ്സ് നൊന്തുപോയി, മനസ്സ് വേദനയുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാ. ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ആളാ. 1.5 വർഷം 2 വർഷം റേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു സ്ത്രീയെ. ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ്. പിന്നെയും റേപ്പ് ചെയ്താൽ അതെങ്ങനെ റേപ്പാവും? ഞാൻ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റഡ് പേഷ്യൻ്റ്, എല്ലാവർക്കും അറിയാം. ലിവർ ട്രാൻസ്പ്ലാന്റഡ് പേഷ്യൻറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് വന്നത്. ഓപ്പറേഷൻ ടൈമിലാണ് വന്നത്. അതിന് മുമ്പ് എവിടെയായിരുന്നു അത് ആർക്കും അറിയില്ല. എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു ആർക്കും അറിയില്ല. എന്തൊക്കെ ഹറാസ്മെൻറ്റ്. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഏൻ വന്ന് പറയണം? ഇത്രയും നാൾ എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. ഇത് വലിയ തെളിവല്ലേ? ശരി, ഞാൻ ഒരു ചോദ്യം എല്ലാവരുടെടുത്തും ചോദിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, உங்களோட ஹஸ்பண்ட் எവിടെன்னு പറഞ്ഞ് ചോദിച്ചിരുന്നു ഒരു ഡോക്ടർ. അപ്പോൾ அதுக்கு മറുപടി എന്താ പറഞ്ഞിരുന്നത്? അത് ഒരു 2 ആഴ്ച ഉണ്ടായിരുന്നു, 3 ആഴ്ച പറഞ്ഞിരുന്നു. എൻ്റെ അറിവിൽ 2 ആഴ്ച. അപ്പോൾ ഒരു പെണ്ണു ഇവർ ഡോക്ടർ, அந்த பையன் ஒரு മലയാളി ഡോക്ടർ. ഓക്കെ, 2 പേർ പ്രൊഫഷൻ. ഒരു ഡോക്ടറും ആക്ടറും പിരിഞ്ഞാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറയാം. 2 പേരും ഡോക്ടേഴ്സ്. എന്തുകൊണ്ട് 2 ആഴ്ചയിൽ സെപ്പറേറ്റ് ആയത്? அப்போ ஒரு ചോദ്യം வருதுல்ல, ജസ്റ്റിസ് ഫോർ എലിസബത്തിன்றீங்க, ജസ്റ്റിസ് ഫോർ മേൽ ഡോക്ടർ நான் சொன்னால் എത്ര പേർ അംഗീകരിക്കും? അയാളുടെ ജീവിതം എന്തായെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയാമോ? ഒരു ഡൈവേഴ്സ് കേസിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് അറിയാമോ? ഓരോരുത്തരുടെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടംപാ. ഇതെല്ലാം കടന്നു വന്ന് മരണത്തെ பார்த்து ஒரு லிவர் டிரான்ஸ்பிளான்ட் ஆய சேஷம் கல்யாண ஜீவிதத்தில் இப்போ தான் நான் நிம்மதியாக சந்தோஷமாக ஒரு குடும்ப லைஃபு கொச்சி விட்டு வைக்கத்தில் போயிருக்கேன். இந்த டைமில் நான் என்னென்ன பண்ணிட்டேன்னா ரேப் பண்ணிட்டேன். என்னோடய சேரிட்டி ஒர்க்கு சத்தியமாக சொல்கிறேன். இந்த மாதம் 21ஆம் தேதி ஒரு பெண் குழந்தைக்கு ஹார்ட் ஆப்ரேஷன் கோட்டயம் காலேஜில் நான் என் செலவில் பண்ணியிருக்கேன். இல்லைன்னு പറയാൻ പറ്റുമോ? இல்லைன்னு പറയുന്ന ஒருத்தன் போய் അവിടെ ചോദിക്ക്. இல்லைனா வந்துட்டு സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീட்டுக்கு வா, வைக்கத்தில் நான் பில்லு காட்டுறேன். என் சொந்த காசில் நான் கொடுத்துருக்கேன். இப்போ எதனா ஃப்ராட் தரமா? சேரிட்டி ஃப்ராடா? நான் இப்போ குழல் பண்ண அடிக்கிறேன்னா? அதெல்லாம் பச்சை போய் எத்தனை அலிகேஷன்ஸ். മരിച്ചു പോയ അച്ഛനെ കണ്ടിട്ട് പോലും ഇല്ല. മരിച്ചു പോയ അച്ഛനെ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തു, ആരെ വേണാൽ കൊല്ലാം, ബാങ്കിൽ പൈസ ഇരുന്നാൽ മതിന് എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തു. ആരെങ്കിലും നിങ്ങൾ പറയാം, നീ സംസാരിക്കും. മുമ്പോട്ട് വരാം, കുറച്ച് മുമ്പോട്ട് വരാം.
പ്ലീസ് മനസ്സിൽ ഉള്ളത് ക്ലീനാ சொல்லுங்க. ഒരു ലാസ്റ്റ് ഒരു 2 weeks 1 month கிட்ட டெய்லி வீடியோஸ் டெய்லி அதை எடுத்துட்டு யூடியூபர்ஸ் எல்லாம் தேவையில்லாதது அசிங்கமா எடி வாடி என்னது மரியாதை இல்லாம ஒருத்தரும் ஃபேக் அக்கவுண்ட்ல இருந்து நிறைய பேர் இப்ப எல்லாம் ஸ்டார்ட் பண்ணி இல்ல ഫേക്ക് അക്കൗണ്ട് ഇല്ല. ഞാൻ അന്ന് ചെന്നൈയിൽ ഇരുന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിപ്പോ സത്യമായില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഇത് ഒരു മാസീവ് അറ്റാക്ക്, ഒരാളല്ല, എല്ലാവരും കൂടിയിട്ടാ ചെയ്യുന്നത്. ഇതൊരു ക്യാപ്റ്റൻ ഉണ്ട്, 4-5 പേരാ ചെയ്യുന്നതിന്. പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടല്ലേ, 2 യൂട്യൂബേഴ്സ് തൃശ്ശൂർ കൈ കൊടുത്തതൊക്കെ കണ്ടായിരുന്നോ നിങ്ങൾ? അത് കണ്ടായിരുന്നില്ല? ഏത് വീഡിയോ മനസ്സിലാവുന്നുണ്ടോ? പേരെടുത്ത് പറയണോ? പരാതി കൊടുത്തിരിക്ക, അതുകൊണ്ട് ഇപ്പൊ പേര് യൂസ് ചെയ്യാൻ പറ്റില്ല. നീ പേസ് அதான் சொல்லிருக்கேன். எல்லாம் வந்து பேச கூட எனக்கு வந்து ஒரு மாதிரி இருக்கு. நீங்க எல்லாம் இப்போ நீங்க போட்டா கூட அது வந்து எப்படி சொல்றது, நெகட்டிவா தான் அவங்க பேசுவாங்க. ஒரு கமெண்ட் கூட படிக்க முடியல, பார்க்க முடியல. அவ்வளோ அசிங்கமா ரொம்ப கீழ்த்தனமா பேசுறாங்க. ஏன்னா கமெண்ட் பண்றது எல்லாமே ஒரு பொண்ணு ஒரு பையனும் தான். அவங்களுக்கு கொஞ்சம் கூட மனசாட்சியே இல்லாம ரொம்ப அசிங்கமா பேசுறாங்க. இதெல்லாம் எப்படி வந்து என்னால இது பண்ண முடியும்? கமெண்ட் எத்தனை பேர் பண்ணுறாங்க? ஒரு சேனல்ல ஒரு சீரீஸ் மாதிரி ஒரு ஹஸ்பண்ட் அண்ட் ஒய்ஃபை டேமேஜ் பண்றீங்க. ஒரு பேஷண்ட், நான் ஜீவிதம் முழுவன் நான் டேப்லெட்ஸ் കഴിക്കണം, മനസമാധാനമായിട്ട് ജീവിக்கிறேன். ചത്തുപോയ எனக்கு திருச்சி ஜீவன் தெய்வம் கொடுத்தா இப்போ அந்த ஜீவனை எடுக்கிறதுக்காக ശ്രമിக்கிறீங்களா? நான் നന്നായിട്ട് ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാൻ എന്താ അന്ന് പറഞ്ഞത്? ഞാൻ കല്യാണം കഴിക്കും, എനിക്ക് കുടുംബജീവിതം വേണം, എനിക്കും കുട്ടികൾ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു കുട്ടി ജനിക്കുന്നതൊക്കെ ആർക്കും ഇഷ്ടമില്ലേ? ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ റേപ്പ് ചെയ്യുവോ? ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുവോ? അത് നിങ്ങൾ വിശ്വസിക്കുവോ? അത് ഇന്ന് വരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ച ആളല്ലേ, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അവർ ഡോക്ടറല്ലേ? വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറെ ഞാൻ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏൻ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കില്ല? അത് സിറ്റി കമ്മീഷണർ ചെന്നൈയിൽ എനിക്കിட்ட റെക്കോർഡ് ഇருக்கு. അന്നേ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കேன். അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിലിരിക്കും. എല്ലാം കാണിച്ചു കൊടുത്തില്ല. പോലീസ് എൻ്റെ വീട്ടിലേക്ക് എത്തി. ഇത് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പോലീസ് വന്നു. പക്ഷേ എന്തിനാ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും, സംഭവം അങ്ങനെയൊക്കെ ഉണ്ടാവും. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പോലീസ് കംപ്ലൈൻറ്റ്? അതും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നു. ഷീ ഈസ് എ ഹാർബർ ഡിപ്രഷൻ പേഷ്യൻറ്റ്. എന്തുകൊണ്ട് 2 ആഴ്ചയിലാണ് ഫസ്റ്റ് മാരേജ് പോയത്? അവൻ ഡോക്ടർ, അവനക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, മെന്റലി അൺസ്റ്റേബിൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. വക്കീലെടുത്ത് ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിൽ കയറിക്കാം. ഇപ്പോൾ ഞങ്ങൾ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. വെച്ചെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. സാധാരണ 1-2 വീഡിയോ ഇടുന്നതും ഇതുപോലെ സെലിബ്രിറ്റീസിന് അത്തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കറക്റ്റായിട്ട് തുടർച്ചയായിട്ട് 1-2 ആഴ്ചയായി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ മനസ്സമാധാനം തകർക്കാനായിട്ട് കറക്റ്റായിട്ടൊരു സ്റ്റോക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ എപ്പിസോഡ് പോലെയാണ് ഇവർ കൃത്യമായി ബുള്ളിയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ്. ഒരുപാട് ഒരാൾ പരാതി കൊടുക്കുന്നതോ ആ പരാതിക്ക് നമ്മൾ നിയമപരമായി അഡ്രസ്സ് ചെയ്യുന്നതോ പോലെയല്ല ഇത്. ഇത്തരത്തിൽ ഓറലായിട്ട് വാചാലെ കുറേ ആരോപണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്നേ വരയ്ക്കും ഒരു പ്രോപ്പർ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാനോ ആ തരത്തിൽ മുന്നോട്ട് വരാനോ അവർക്ക് കഴിയാത്തത് ഞങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ വക്കീൽ ഒരു നിയമ കാര്യമായി ബന്ധപ്പെടുന്ന അഭിഭാഷകരെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് കൃത്യമായി അവർക്ക് തെളിവുകളില്ലാത്തതുകൊണ്ടാണ്. സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് എന്തു പറയുന്നതും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കണക്കാക്കുന്നത്. ഇവരുടെ കോപ്പിറൈറ്റുള്ള ചാനലിലെ വീഡിയോസ് എടുത്തുകൊണ്ട് ആ വീഡിയോസിൻ്റെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത്
ഈ പല യൂട്യൂബർമാരും ശിക്ഷ കിടക്കുമ്പോൾ മനസ്സിലാക്കി ആ യൂട്യൂബർമാർ അങ്ങനെയാണ് അത് വന്ന് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്തെടുത്ത് സൗകര്യങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് വീഡിയോയുടെ ഭാഗങ്ങൾ റീപബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും പല വീഡിയോസ് നിങ്ങൾ കണ്ടാലറിയാം, പല രീതിയിലും വികൃതമാക്കിയും അവര് ഈ ബാലേനെയും കോകിലേനെയും എങ്ങനെയൊക്കെ ഹറാസ് ചെയ്യാമോ, സൊസൈറ്റിയുടെ മുമ്പിൽ തരം താഴ്ത്താമോ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്താണ് വീഡിയോസൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഒരാൾക്ക് ഇന്ത്യൻ ഭരണഘടന പ്രകാരം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതെന്തും അവർക്ക് പറയാം. പക്ഷേ മറ്റൊരാളുടെ ജീവിത സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറ്റുന്ന രീതിയിൽ അവർ അഭിപ്രായം പറയുമ്പോഴാണ് അത് ശിക്ഷയ്ക്ക് അർഹമാവുന്നത്. അപ്പോൾ ബാലയും കോകിലയും ഇപ്പോൾ ബഹുമാനപ്പെട്ട കമ്മീഷണർ കണ്ട് ബോധിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വൈര്യമായ ജീവിതത്തിനും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി ആക്രമിക്കുന്നതിന് അതിന് ഒരിക്കലും നിയമം കൂട്ടുനിൽക്കരുത്. ആ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമാണ് ബാലയും കോകിലയും കമ്മീഷണറുടെ മുമ്പിലായിട്ട് വെച്ചിരിക്കുന്നത്. അതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ എഫ്ഐആർ എടുക്കും, കേസ് രജിസ്റ്റർ ചെയ്ത് ഇത് എല്ലാവർക്കും, അതായത് യൂട്യൂബ് ആരും ഉപയോഗിക്കരുതെന്ന് എല്ലാവർക്കും ഒരു പാഠമായിരിക്കാൻ വേണ്ടിയാണ്. കാരണം ആർക്കും ആരെയും എന്തും എപ്പോൾ വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ആ ഒരു സാഹചര്യത്തിന് അതിപ്പോൾ ബാലയുടെ കേസിന് മാത്രമല്ല എല്ലാവരുടെയും കേസിൽ എല്ലാവർക്കും അത് ഒരു 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 ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ കമ്മീഷനോട് പറഞ്ഞത് നമ്മുടെ നിയമവ്യവസ്ഥയില് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇതിനൊരു തക്കതായ ഒരു ശിക്ഷയും അല്ലെങ്കിൽ ഒരു മാർഗം ഇതിൽ കണ്ടെത്തി കൊടുക്കണം. പ്രധാനമായിട്ടും അതെ, ഈ പരാതികളിൽ പ്രധാനമായിട്ടും നമ്മൾ ഉന്നയിക്കുന്നത് അത് തന്നെയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിഗത ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിലെ വീഡിയോയും ഫോട്ടോസും അവർ സന്തോഷമായി അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് എടുത്തുകൊണ്ട് ഇവർക്ക് അത് വികൃതമാക്കിയിട്ട് പുറത്ത് കാണിക്കാനോ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ, ഇപ്പം എല്ലാവരും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണല്ലോ കൂടുതൽ പറയുന്നത്. കോകിലയും ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വന്നിട്ട് ബോഡി ഷേമിങ് ചെയ്യുക, വളരെ ചീത്ത രീതിയിൽ സംസാരിക്കുക, ഇതൊക്കെ അവരുടെ പബ്ലിക് പ്രൊഫൈലിലാണ് അവർ ഇടുന്നത്. ഇതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്. എന്നിട്ട് ആ വ്യൂസിൽ നിന്ന് അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അത് നിയമവിരുദ്ധമായി ലഭിക്കുന്ന വരുമാനം തന്നെയാണ്. ഒരാളെ ഡിഫൈം ചെയ്തുകൊണ്ട് അൺലോഫുള്ളി ഗെയിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് കൃത്യമായിട്ടൊരു നിയമം കൊണ്ട് തടയണം. ആരെങ്കിലും പരാതി കൊടുത്താൽ മാത്രമേ പോലീസിന് ഈ കാര്യത്തിൽ കൃത്യമായി അന്വേഷിക്കാൻ കഴിയുള്ളൂ. ആരെയും വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാനല്ല. പക്ഷേ ഇത്തരത്തിലൊരു രീതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി തുടർന്നുകൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല. പ്രത്യേകിച്ച് യൂട്യൂബിലെല്ലാം തന്നെ എല്ലാവർക്കും വരുമാനം ഉണ്ടാവാൻ വേണ്ടി ആരെ പറ്റിയും എന്തും പറയാമെന്നായാൽ നമുക്കൊന്നും ഒരാൾക്കും ജീവിതത്തിൽ പ്രൈവസി ഉണ്ടാവില്ല, സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്ര മാത്രമേ ഉള്ളൂ ഉദ്ദേശം. ഒരു കാര്യം കൂടി പറയട്ടെ, അവര് പൈസ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. ഞാനും കോക്കിലയുടെ ഇഷ്ടപ്രകാരമാണ് அந்த യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയത്. ഒരു കുക്കിംഗ് ചാനൽ, വേറെ അതിലൊന്നും മോശമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും ഡിസ്കഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. അവരിപ്പോൾ കാശ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് എത്ര നഷ്ടം? ഇപ്പം നഷ്ടമെല്ലാം ഞാൻ കേസ് കൊടുത്താൽ തിരിച്ചു തരുമോ? എനിക്ക് എൻ്റെ പേര് പോയി, എൻ്റെ കരിയറിലെ ബാഡ് നെയിം, സമുദായത്തിൽ സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ഞാൻ ഒരു റേപ്പിസ്റ്റ്. എന്നെ 19 വയസ്സ് താഴെ ഇരിക്കുന്ന പെണ്ണെയും 60 വയസ്സ് മേലെ അമ്മമാണ് എനിക്ക് സെക്ഷുവൽ പ്രയോറിറ്റി എന്ന് പറയുന്നു. എന്താ ഇത്? അസിങ്ങല്ല. ഒരു അമ്മമ്മ പ്രായത്തിൽ ഒക്കെ എനിക്ക് സെക്ഷുവലി ഭയങ്കര ഇഷ്ടമുണ്ട്. ഇങ്ങനെ ഒരു ഡോക്ടർ സംസാരിക്കുമോ? വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ സംസാരിക്കുമോ? ഇല്ല മെന്റൽ പേഷ്യൻ്റ് സംസാരിക്കുമോ? വേറെ ഒരു കാര്യം, എൻ്റെ വൈഫ് வந்து സൊസൈറ്റിയിൽ വയലൻസ് വരുത് ഫസ്റ്റ് മനസ്സിലാക്കും. അടുത്തവൻ്റെ ഫാമിലിയിൽ കയറി പോകുമ്പോഴാണ്, അവരുടെ പ്രൈവറ്റ് സ്പേസിൽ കയറി പോകുമ്പോഴാണ് പേഴ്സണൽ ആവുന്നത് அந்த ഇഷ്യൂസ്. ഇപ്പോൾ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്, നിയമപ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എൻ്റെ ഭാര്യയാവെ എടി വാടിയും പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ നടൻ ബാലാവായിരിക്കില്ല, ന്യായം നോക്കില്ല, ചിലപ്പോൾ ഞാൻ ഇടിക്കേണ്ടി വരും. അത് ഞാനല്ല, നിങ്ങളായാലും ശരി. നിങ്ങളുടെ ഭാര്യയാവെ കെട്ടിയ പോലെ എടി വാടീനെ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങളുടെ ചൗകുട്ടി അടിക്കും. പക്ഷേ നമ്മളിപ്പോൾ നിയമപരമായിട്ട് പോയിരിക്കുന്നു, വയലൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഇനി ഇത് ഒരു ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആയിരിക്കും. ഞങ്ങൾ ജയിച്ചിരിക്കും, തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. അതെ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല, നിയമമുണ്ട്.